ഹൈക്കോടതി ഒരിടക്കാലത്ത് ചോദിച്ചിരുന്നു, എന്തുകൊണ്ട് ഒരു സ്തംഭനാവസ്ഥയിലായോ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്ന തരത്തിൽ ചോദ്യം ഹൈക്കോടതി അടക്കം ഇടയ്ക്ക് ഉന്നയിച്ചിരുന്നു. അപ്പോഴാണ് നമുക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം, പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ഒരു സംശയത്തിലേക്ക് നീങ്ങുന്നത്. 2 വലിയ IPS ഉദ്യോഗസ്ഥർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്, അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു, സ്വാധീനം ചെലുത്തുന്നു എന്ന തരത്തിൽ കാര്യങ്ങൾ വരുമ്പോൾ ഒരു ഇടപെടൽ, സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയം വരുന്നുണ്ട്. സ്വാഭാവികമായും തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത് അല്പം ഒന്ന് നീട്ടിവെക്കാൻ, കടകംപള്ളിയിലേക്ക് എത്താതിരിക്കാൻ സർക്കാർ തലത്തിൽ ശ്രമം നടന്നു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോഴൊക്കെ സ്വാഭാവികമായും ഭക്തർ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഉള്ളിലൊക്കെ ഒരു സംശയം വരുന്നു, ഇതൊക്കെ നിയന്ത്രിക്കുന്നത് ആരാണ്, അല്ലെങ്കിൽ ഏത് തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന തരത്തിലുള്ള ഒരു സംശയം സാധാരണ ജനങ്ങളിലേക്ക് വരികയാണ്. എന്തായാലും ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നു, ജനുവരിയാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന. എന്തായാലും അന്വേഷണ സംഘമൊക്കെ വിപുലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പോലും പക്ഷെ ഒരറ്റത്തും ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. ഒരറ്റത്ത് കണ്ടുപിടിച്ച് വരികയാണ് വേർതിരിച്ച സ്വർണം എത്രയുണ്ട്, തൊണ്ടി മുതൽ ഇതുവരെ കിട്ടിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. അത് കിട്ടിയാൽ മാത്രമേ ശാസ്ത്രീയമായി തെളിയിക്കാനൊക്കെ പറ്റുകയുള്ളൂ. അതുപോലും കിട്ടിയിട്ടില്ല. അപ്പോഴാണ് മറ്റൊരറ്റത്ത് നിന്ന് ഇനി ഇത് അവിടെ നിന്ന് സ്വർണം പോയി, മറ്റൊരിടത്തു നിന്ന് സ്വർണം പോയി, അങ്ങനെ നീണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇതൊരറ്റത്തും എത്തുന്നില്ല. ഇത് തെളിയിച്ചിട്ട് വേണം ഇനി ഗൂഢാലോചനയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ അന്വേഷണം ഒരറ്റത്തും എത്തിത്തീരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ CBIയിലേക്ക് പോകണം എന്ന് പറയുന്നു. അപ്പോൾ CBI അന്വേഷിച്ചാൽ മാത്രമേ കാര്യങ്ങൾ ഇനി മുന്നോട്ട് പോകുകയുള്ളൂ.